എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗം സഹകരണ ബാങ്കുകളും സാമ്പത്തിക ക്രമക്കേടും അഴിമതി ആരോപണവും മൂലം അന്വേഷണം നേരിടുകയാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥയും നിഷ്ക്രിയത്വവുമാണ് ബാങ്കുകൾ നഷ്ടത്തിലാകാൻ കാരണം. ഇത് നിക്ഷേപകരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു. എറണാകുളം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ കണക്കുകൾ പ്രകാരം ജില്ലയിൽ 39ഓളം സഹകരണ ബാങ്കുകൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. 19ഓളം സഹകരണ ബാങ്കുകൾ ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നവയാണ്. ഇതിനു പുറമെ 5ഓളം സഹകരണ സംഘങ്ങൾ പിരിച്ചുവിട്ടതായും ജോയിന്റ് രജിസ്ട്രാർ നൽകിയ രേഖകൾ വ്യക്തമാക്കുന്നു. ജില്ലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നല്ലൊരു ശതമാനം ഇപ്പോഴും അഴിമതിയും കെടുകാര്യസ്ഥതയും സാമ്പത്തിക ക്രമക്കേടും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ തന്നെയാണ് നമ്മൾ കണക്കെടുക്കുമ്പോൾ അതാണ് പ്രധാനമായിട്ടും കേസുകൾ വരുന്നത്. ഈ നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ സഹകാരികൾക്ക് ലാഭവിഹിതം കൊടുക്കാണ്ട് വരുമ്പോഴാണ് ബാങ്ക് നഷ്ടത്തിലാകുന്നത് പോകുന്നതും ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് പണം തിരികെ കിട്ടാത്തൊരവസ്ഥ പല ബാങ്കുകളിലുണ്ടാകുന്നു. ഇപ്പോൾ അങ്കമാലി ബാങ്ക് ആണെങ്കിലും ആലുവ ബാങ്ക് ആണെങ്കിലും ഇപ്പോൾ ചില ബാങ്കുകൾ ഇപ്പോൾ തന്നെ ജോയിന്റ് രജിസ്ട്രാറിനെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ചില ബാങ്കുകൾ സംസ്ഥാന സർക്കാർ സഹായത്തോടെ നഷ്ടത്തിലായ ബാങ്കുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഉത്തരവാദിത്തപ്പെട്ട ഇത് അന്വേഷണം നോക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് നോക്കാത്തത് കൊണ്ടാണ് പല ബാങ്കുകളും നഷ്ടത്തിൽ പോകുന്നത്. അത് അവിടെ ഭരിക്കുന്ന ഈ ഡയറക്ടർ ബോർഡ് ആരുടെയൊക്കെ ഇടപെടലുകൾ ശക്തമായ രീതിയിൽ നടക്കാത്തതുകൊണ്ട് തന്നെയാണ് ഈ ബാങ്കുകളൊക്കെ ഇങ്ങനെ നഷ്ടത്തിൽ പോകുന്നതും സഹകാരികൾക്ക് കൃത്യമായിട്ട് അത് നിക്ഷേപിച്ച പണം കിട്ടാതെ വരുന്നൊരു അവസ്ഥ ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനു പുറമെ ജില്ലയിലെ മറ്റു ചില സഹകരണ ബാങ്കുകൾക്കെതിരെയും അന്വേഷണം ആരംഭിച്ചേക്കുമെന്നും സൂചനയുണ്ട്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണർത്തുന്നതാണ് ജോയിന്റ് രജിസ്ട്രാറുടെ വെളിപ്പെടുത്തൽ. ജനം, കൊച്ചി.